ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഒരു ബിസിനസ് സാമ്രാജ്യം, ഒരു പ്രേതം തകർത്ത കഥയാണ്. പ്രേതം എന്ന് പറഞ്ഞാൽ ഒരു ആത്മാവ്. ആ കഥയിലേക്ക് നമുക്ക് വരാം. ഞാൻ ഈ പറയാൻ പോകുന്ന കഥ നമ്മുടെ കരിക്കിനേത്ത് ഗ്രൂപ്പിനെ കുറിച്ചാണ്. പത്തനംതിട്ട കരിക്കിനേത്ത് സിൽസിലെ ക്യാഷറായിരുന്ന ബിജു എം ജോസഫ് 2013 നവംബർ 5 കൊല്ലപ്പെട്ട കേസോടുകൂടിയാണ് കരിക്കിനേത്തിന്റെ പതനം ആരംഭിക്കുന്നത്. അക്കൗണ്ടിൽ 1 ലക്ഷം രൂപയുടെ വ്യത്യാസം കണ്ടെത്തിയതിനെ തുടർന്ന് ഉടമകളായ ജോർജും ജോസും ബിജുവിനെ മർദ്ദിക്കുകയും കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഇതേ തുടർന്ന് ഈ കേസ് മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ പണം വാരി എറിഞ്ഞ് പോലീസിനെയും മീഡിയയെയും സ്വാധീനിക്കാൻ ശ്രമിച്ചു. മീഡിയയിൽ നിന്ന് ഒരു വാർത്ത പോലും ലീക്ക് ആകാതിരിക്കാൻ അവർക്ക് ധാരാളമായിട്ട് പരസ്യങ്ങൾ നൽകി. ചെറുതും വലുതുമായ എല്ലാ മീഡിയാസിനെയും അവർ സ്വാധീനിച്ചു. അങ്ങനെയൊക്കെ മൂടി വെച്ചുവെങ്കിലും ഈ കേസ് അവസാനം പുറത്തേക്ക് വന്നു. അങ്ങനെ പുറത്തേക്ക് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ജോർജ് ഒളിവിൽ പോയി. ജോസ് അറസ്റ്റിലായി. ഏകദേശം 3 മാസക്കാലത്തോളം ജോസ് ജയിലിൽ കഴിഞ്ഞു. അതിനുശേഷമാണ് പുറത്തിറങ്ങിയ ശേഷവും ഈ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ പണം വാരി എറിഞ്ഞു. അതിൻ്റെ ഭാഗമായി കൊല്ലപ്പെട്ട ബിജു എം ജോസഫിൻ്റെ സഹോദരൻ സാബുവിന് ഇവർ പണം കൊടുത്ത് സ്വാധീനിക്കാനും അല്ലാതെയും സ്വാധീനിക്കുവാൻ ശ്രമിച്ചു. എന്നാൽ തൻ്റെ അനുജനെ കൊലപ്പെടുത്തിയവർക്കെതിരെ ഉള്ള പോരാട്ടം സാബു അങ്ങനെ വിട്ടുകളയാൻ തയ്യാറായിരുന്നില്ല. പണത്തിൻ്റെ ഓഫറും എല്ലാ കാര്യങ്ങളും അദ്ദേഹം നിരസിക്കുകയും നിയമപോരാട്ടവുമായി രംഗത്ത് വരികയും ചെയ്തു. കരിക്കിനേത്ത് ഗ്രൂപ്പിൻ്റെ അത്ര സാമ്പത്തിക ശേഷി ഇല്ലെങ്കിലും അദ്ദേഹം തൻ്റെ സഹോദരനെ കൊലപ്പെടുത്തിയ ആളുകൾക്ക് ശിക്ഷ ലഭിക്കണമെന്ന് അതിയായി ആഗ്രഹിച്ചുകൊണ്ട് തൻ്റെ നിയമപോരാട്ടം തുടർന്നുകൊണ്ടേയിരുന്നു. ഇതിനിടയിൽ സാബു ഒരു ഗുരുതരമായ വെളിപ്പെടുത്തൽ പോലീസിനെതിരെ നടത്തി. 2013 നവംബർ 5 തന്നെ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുകയും തൻ്റെ സഹോദരനായ ബിജു അയാൾ ഒരു അടിപിടി കേസിൽ ഉൾപ്പെടുകയും പരിക്കേറ്റ് ആശുപത്രിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ കോള് വന്നത്. താൻ നാളെ രാവിലെ ഹോസ്പിറ്റലിൽ എത്തിയാൽ മതി എന്നുമാണ് പോലീസിൽ നിന്ന് അറിയിച്ചതെന്ന് ആണ് സാബു പറഞ്ഞത്. പക്ഷേ ആ സമയത്തോടനുബന്ധിച്ച് തന്നെ ബിജു മരണപ്പെട്ടു, മോർച്ചറിയിലായിരുന്നു. ഇത് ഒരു അപകട മരണമാണ് എന്നാണ് ആദ്യമേ വരുത്തി തീർക്കാൻ ശ്രമിച്ചതെങ്കിലും അത് നടക്കാതെ വന്നതിനെ തുടർന്ന് ഒരു ഡ്രൈവറെ കൊലക്കുറ്റം ഏറ്റെടുക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് രംഗത്ത് കൊണ്ടുവന്നെങ്കിലും ആ കേസ് അവിടെ പൊളിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. ഇതേ തുടർന്ന് പിന്നീടാണ് ജോസ് അറസ്റ്റിലാവുന്നതും ജോർജ് ഒളിവിൽ പോകുന്നതും. ഈ പ്രശ്നങ്ങൾ വന്നതോടുകൂടി കരിക്കിനേത്തിൻ്റെ ബിസിനസ്സുകൾ പതിയെ തകരുവാൻ തുടങ്ങി. കാരണം ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഇവർ പണം വാരി എറിയുന്നതിനിടയിൽ ഇവരുടെ ബിസിനസ്സുകളിലൊന്നും ഇവർക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് ഇവരുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും വസ്ത്രവ്യാപാര ബിസിനസ്സും പതിയെ തകരുവാൻ തുടങ്ങിയത്. ജോസും ജോർജും തങ്ങളുടെ ബിസിനസ്സിൽ പരാജയപ്പെട്ടു തുടങ്ങിയ സമയത്ത് അവർ കേസിൽ നിന്ന് രക്ഷപ്പെടുവാൻ പല പരിശ്രമങ്ങളും നടത്തി എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെ നടത്തിയ ഓരോ പരിശ്രമങ്ങൾക്കിടയിലും ഇവരുടെ സ്വത്തുവകകൾ ഇവർക്ക് വിൽക്കേണ്ടി വരുന്നു. അവസാനം അവരുടെ വീട് പോലും വിറ്റ് കേസ് നടത്തേണ്ട അവസ്ഥയിലേക്ക് അവർ എത്തി. ഈ അടുത്താണ് കരിക്കിനേത്തിൻ്റെ അവസാന ഷോറൂമും അവർ പൂട്ടിയത്. അത് മീഡിയാസിൽ ഭയങ്കര വാർത്തയായിരുന്നു. കാരണം സ്റ്റാഫുകൾ രാവിലെ എത്തിയപ്പോൾ കട മറ്റൊരു പൂട്ടിയിരിക്കുന്നു, സ്റ്റോക്കുകളെല്ലാം അവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത വന്നത്. എന്നാൽ 2013 നവംബർ 5 തുടങ്ങിയ ഒരു പ്രശ്നമാണ് ഇത്രത്തോളം ആ ഗ്രൂപ്പിനെ തകർത്തത്. എന്നാൽ ഇപ്പോൾ നിലവിൽ അവരുടെ വീട് ഉൾപ്പെടെയുള്ള സകല വസ്തുക്കളും അവർ വിറ്റ് കൊണ്ടാണ് നിലനിൽക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും എത്ര കാലത്തോളം അവർക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കുവാൻ സാധിക്കുമെന്നറിയില്ല. കേസിൻ്റെ വിധിയും അനിശ്ചിതത്വത്തിലാണ്. മറ്റൊന്നുമല്ല, കേസിൽ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിട്ട് പോലും ഇവരുടെ പണത്തിൻ്റെ സ്വാധീനത്താൽ തന്നെ അതും നടക്കാതെ പോവുകയാണ് ഉണ്ടായത്. ഇതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു മറുനാടൻ മലയാളി എന്നൊരു ചാനൽ മാത്രമാണ് ഈ കൊലപാതകത്തിൻ്റെ കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത്. ബാക്കിയുള്ള ചാനലുകളെല്ലാം തന്നെ ഇതിനെ മൂടി വെക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാലും 2013 നവംബർ 5 അവർ കൊലപ്പെടുത്തിയ ബിജു എം ജോസഫ് എന്ന വ്യക്തിയുടെ പ്രേതം അവരെ ഇന്നും വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്.